ദേശത്തിൻ്റെയോ ഭാഷയുടെയോ വർണ്ണത്തിൻ്റെയോ വർഗത്തിൻ്റെയോ വ്യതിരക്തകളും അതിർവരമ്പുകളും അപ്രസക്തമാക്കിക്കൊണ്ട് 160 രാജ്യങ്ങളിൽ നിന്നും ഏകദേശം 17 ലക്ഷത്തോളം വരുന്ന മുസ്ലിം സഹോദരന്മാർ പരിശുദ്ധമാകുന്ന ഹജ്ജ് കർമ്മത്തിലേക്ക് യാത്രയാവുകയും അറഫ എന്ന് പറയുന്ന മഹാസംഗമത്തിൽ ഇന്നലെ അവർ ഭാഗവാക്കാവുകയും ഇന്ന് മിനയിലേക്ക് കടന്നു വന്നുകൊണ്ട് ജംറയും തഹ്ലീലും കൂടി ഹജ്ജിൻ്റെ കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി സിയാറത്തിന് വേണ്ടി കടന്നു പോകുന്ന ഈ ഒരു അസുലഭ മുഹൂർത്തത്തിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് അറഫ ദിനമായി ആചരിക്കുകയും അതിൻ്റെ പവിത്രതകൾ മനസ്സിലാക്കിക്കൊണ്ട് അറഫ നോമ്പ് നാം ഓരോരുത്തരും എടുത്തതായ ഈ ഒരു മനോഹരമായ മുഹൂർത്തത്തിൽ എന്താണ് അറഫ എന്നും എന്താണ് അറഫയ്ക്ക് ഇത്ര പ്രാധാന്യം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കാൻ കാരണമെന്നും നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അറഫയെക്കുറിച്ച് പരാമർശിക്കുന്ന ഹദീസുകളിലും അറഫയെക്കുറിച്ച് പഠിപ്പിക്കുന്നതായ ഗ്രന്ഥങ്ങളിലുമെല്ലാം പ്രധാനമായും അറഫയെ സംബന്ധിച്ചുകൊണ്ട് 3 കാര്യങ്ങളാണ് അഇമ്മത്തുകൾ അടിവരയിട്ടുകൊണ്ട് പഠിപ്പിക്കുന്നത്. ഒന്നാമത് അറഫ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അറഫ എന്ന് പേര് കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ബഹുമാനപ്പെട്ട ഹവ്വാ റളിയല്ലാഹു തആല അൻഹയും സ്വർഗത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയെ ഭൂമിയിലേക്ക് പ്രതിനിധിയായി അയച്ചതിന് ശേഷം ഏകദേശം 40 വർഷത്തോളം ഹവ്വ ഉമ്മയെ തേടിക്കൊണ്ട് വിങ്ങലോടുകൂടി വിഷമത്തോടുകൂടി അതിയായ താല്പര്യത്തോടുകൂടിയും ആഗ്രഹത്തോടുകൂടിയും ഭൂമിയുടെ അങ്ങേ തലക്കൽ മുതൽ ഇങ്ങേ തലവരെ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചുറ്റി സഞ്ചരിച്ച് 40 വർഷങ്ങൾക്ക് ശേഷം ഹവ്വ ഉമ്മ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടിയതായ പുണ്യഭൂമിയായി അറഫ മാറിയതിൻ്റെ കാരണത്താൽ അറഫയ്ക്ക് അറഫ എന്ന പേര് കിട്ടിയെന്ന് അഇമ്മത്തുകൾ കിതാബുകൾ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. പരസ്പരം കണ്ട സ്ഥലം, പരസ്പരം മനസ്സിലാക്കിയ സ്ഥലം, കണ്ടുമുട്ടിയതായ സ്ഥലം എന്നിങ്ങനെ അറഫയ്ക്ക് ഒന്നാമത്തെ പേര് കിട്ടുന്നു. മറ്റൊരു തരത്തിലുള്ള പ്രിയമുള്ളവരെ നമ്മൾ വായിക്കുകയാണെങ്കിൽ അറഫ എന്ന പേര് കിട്ടാനുള്ള കാരണം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ട് ഇബ്രാഹിം നബിയോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു അഅറഫ്ത എന്ന് 2 പ്രാവശ്യം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബിയോട് ചോദിച്ചു. അങ്ങനെ ജിബ്രീൽ ചോദിച്ചതിന്റെ പേരിലാണ് അറഫ എന്ന് പേര് വന്നതെന്ന് മറ്റൊരു ചരിത്രത്തിൽ നമുക്ക് കാണാം. ഇതിനെല്ലാം പ്രസക്തമായി നമ്മൾ വായിക്കുമ്പോഴും ഈ മൂന്നാമത് പറയുന്ന ഒരു കാര്യം നാം ഓരോരുത്തരുമായി ഉൾക്കൊള്ളിച്ചുകൊണ്ട് നാം ഓരോരുത്തരെയും ജീവിതവുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് മൂന്നാമത് പറയുന്ന കാര്യം നമ്മൾ മനസ്സിൽ അടിയുറച്ചുകൊണ്ടൊന്ന് വായിക്കേണ്ട ഒരു കാര്യമാണ്. അയിമ്മത്തുകൾ അവിടുന്ന് പഠിപ്പിക്കുന്നു അറഫ എന്ന് പറയുന്ന പേരവിടെ കിട്ടിയത് ജനങ്ങൾ അറഫയിൽ സംഗമിക്കുമ്പോൾ അറഫ ദിനം ഈ ലോകത്ത് മുസ്ലിമീങ്ങളുടെ സന്തോഷത്തിന്റെ ദിവസമായി കടന്നു വരുമ്പോൾ പരസ്പരം മുസ്ലിമീങ്ങൾ സ്വന്തത്തിലേക്ക് നോക്കേണ്ടതായ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുന്നതിനേക്കാൾ സ്വന്തം ജീവിതത്തിലേക്കും സ്വന്തം ശരീരത്തിലേക്കും നോക്കിയിട്ട് തിരുത്തേണ്ടത് തിരുത്താൻ, തിരുത്തേണ്ട ശൈലികൾ തിരുത്താൻ, തിരുത്തേണ്ട ശീലങ്ങൾ ഒന്ന് മാറ്റിയെടുക്കാൻ, മാറ്റേണ്ടതായ സ്വഭാവങ്ങളും പ്രവർത്തനങ്ങളും ഒന്ന് പരിഷ്കരിച്ചുകൊണ്ട് അള്ളാന്റെ തൃപ്തിയുള്ള പ്രവർത്തനത്തിലേക്ക് മാറി ചിന്തിക്കുവാനും സ്വന്തം ശരീരത്തിന്റെ തെറ്റുകളെ ഒന്ന് തിരിഞ്ഞു നോക്കുവാനും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നതായ ഒരു ദിവസമായി അറഫ ദിവസം മാറുകയാണ്. പരസ്പരം അവരുടെ തെറ്റുകളിലേക്കും കുറ്റങ്ങളിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതിന് പകരം സ്വന്തം കുറ്റങ്ങളിലേക്കും കുറവുകളിലേക്കും ഒരു വീണ്ടു വിചാരത്തോടുകൂടി മനുഷ്യനെന്ന് നോക്കുമ്പോൾ മാറ്റേണ്ട കാര്യങ്ങളെ മാറ്റുവാനും ഇനി കൂട്ടേണ്ട കാര്യങ്ങളെ കൂട്ടുവാനുമുള്ള ഒരു ദിവസമായി അറഫയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയമുള്ള മുഅ്മിനീങ്ങളെ അവിടുന്ന് പരിചയപ്പെടുത്തുകയാണ്. ഈ അറഫയുടെ ഏറ്റവും വലിയ പവിത്രത എന്തെന്ന് പറഞ്ഞാൽ അഫ്ളലു തൗബ തസ്ദീഖു ഖത്ഇൻ നഫ്സ്.
ഏറ്റവും വലിയ തൗബയായി, മനുഷ്യന്മാരുടെ പാപങ്ങളെല്ലാം പൊറുപ്പിക്കുന്ന ഒരു ദിവസമായി അറഫയുടെ ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന തെറ്റുകളും കുറ്റങ്ങളുമെല്ലാം അള്ളാഹുവിലേക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മൾ തൗബ ചെയ്യുമ്പോൾ ഈ തൗബയുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല തൗബ ഏതാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നത് സ്വന്തം തെറ്റുകളെ അംഗീകരിക്കലാണ്. നമ്മളൊരു തെറ്റ് ചെയ്താൽ, നമ്മളൊരു ഖത്അ സംഭവിച്ചു പോയാൽ, ഒരു പിഴവ് സംഭവിച്ചു പോയാൽ അതിനെ ന്യായീകരിക്കാതെ അത് ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ ചെയ്തത് എന്ന് ന്യായീകരണത്തിന്റെ വാക്കുകളൊന്നും പറയാതെ ഞാൻ ചെയ്തത് തെറ്റാണെന്നുള്ള തസ്ദീഖുൽ ഖത്അ, തെറ്റിനെ അംഗീകരിക്കാനുള്ള ഏറ്റവും വലിയ മനസ്സാണ് തൗബ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുന്നു. അങ്ങനെയുള്ള തൗബയുടെ നാളുകളായി അറഫയുടെ ഓരോ നിമിഷവും മാറുന്നുവെന്ന് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ള സത്യവിശ്വാസികളെ, ഈ അറഫ ദിവസത്തിലുള്ള നോമ്പ് വളരെയധികം ശ്രേഷ്ഠമായ പവിത്രധന്യമായ നോമ്പാണെന്ന് റസൂൽ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ ഈ അറഫ ദിവസത്തിലെ നോമ്പെടുക്കുന്ന പക്ഷം അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ഒരു വർഷത്തെ പാപം അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ടു തരുകയാണ്. ഇനി വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങളിലേക്കുള്ള കടന്നുകയറ്റത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയന്ത്രണം വെക്കുകയാണ്. കഴിഞ്ഞു പോയ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമെന്ന് പറയുമ്പം അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇനി വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാ പുറത്തു തരുന്നത്? നമ്മൾ ഓൾറെഡി പാപം ചെയ്തില്ലല്ലോ. അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് ഇനി വരാനിരിക്കുന്ന ഒരു വർഷത്തിൽ നമ്മൾ ചെറിയ തെറ്റുകളിലേക്കൊക്കെ പോകുമ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിൽ ഒരു നിയന്ത്രണം തരും ഈ അറഫ നോമ്പ് പിടിക്കുന്നതിലൂടെ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അറഫ ദിനമാകുന്ന ഇന്ന് ഏറ്റവും കൂടുതലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലി, അത് മറ്റുള്ള സ്വഹാബാക്കൾ ചൊല്ലിയ മഹത്തരമാകുന്ന ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയുന്ന മഹത്തരമായ ദിക്ർ. ഒരു പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലിയാൽ ഒരു അടിമയെ മോചിപ്പിച്ച പ്രതിഫലം അല്ലാഹു തരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. എത്ര മഹത്വമുള്ള ദിക്റാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. അത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത കൂടെ മാനിച്ചുകൊണ്ട് അതിന്റെ ഇരട്ടി പ്രതിഫലമാണ് അല്ലാഹു നമുക്ക് തരുന്നത്. ഇന്നത്തെ ദിവസം ഇബാദത്തിന്റെ ദിവസമായി മാറട്ടെ. ഇന്നത്തെ ദിവസം അല്ലാഹുവിനെ ഓർക്കുന്ന ദിവസമായി മാറട്ടെ. മറ്റുള്ള എല്ലാ ഭൗതികമാകുന്ന ചിന്തകളിൽ നിന്നും, ഭൗതികമാകുന്ന താല്പര്യങ്ങളിൽ നിന്നും, ഭൗതികമാകുന്ന ഇടപെടലുകളിൽ നിന്നുമെല്ലാം മാറി സഞ്ചരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് തിരിച്ചു മടങ്ങി യാത്ര ചെയ്യാനുള്ള ഒരു ദിവസമായി ഇന്നത്തെ അറഫ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തർക്കും മാറി ചിന്തിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ദുൽഹജ്ജിൻ്റെതായ വേളകളിൽ തക്ബീറുകൾ അധികരിപ്പിക്കൽ വളരെയധികം ശ്രേഷ്ഠതയുള്ള മഹത്വമുള്ള അമലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായി പ്രിയമുള്ളവരെ നാം ഓരോരുത്തർക്കും കാണാൻ സാധിക്കും. തക്ബീർ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ശക്തിക്ക്, നമ്മുടെ കഴിവിന്, നമ്മുടെ ജീവിതത്തിലുള്ളതായ മാനദണ്ഡങ്ങളുടെ അലസതയും അഭാവവുമാണെന്ന് സൂചിപ്പിക്കുകയാണ്. നമുക്കൊരു കഴിവുമില്ല. നമ്മൾ കാണുന്നുണ്ടെങ്കിലും ആ കാണാനുള്ള കഴിവ് തന്നവൻ അള്ളയാണ്. നമ്മൾ നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കാലുകൾക്ക് ബലം തന്നവൻ അള്ളയാണ്. നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ബുദ്ധിക്ക് ചിന്തിക്കുവാനുള്ളതായ കഴിവ് നൽകിയവൻ അള്ളയാണ് എന്ന ഏറ്റവും വലിയ വിധേയത്വത്തിന്റെ വാക്കാണ് അല്ലാഹു അക്ബർ. ഒന്നിനും നമുക്ക് കഴിവില്ല. ഈ കാണുന്ന സമ്പത്തോ, ഈ കാണുന്നതായ സൗകര്യങ്ങളോ, ഈ കാണുന്ന സമ്പാദ്യങ്ങളോ, ഈ കാണുന്ന സംവിധാനങ്ങളോ, ഈ കാണുന്ന ഒന്നും നമ്മൾ ജനിച്ചു വീണപ്പോൾ നമ്മുടെ കൂടെ വന്നിട്ടില്ല. അതുപോലെ തന്നെ മരണപ്പെട്ടുകൊണ്ട് 6 അടി മണ്ണിലേക്ക് നമ്മുടെ ശരീരം കൊണ്ടുപോകുമ്പോഴും
നമ്മുടെ കൂടെ അത് വരില്ല. എല്ലാത്തിനും കഴിവുള്ളവൻ അല്ലാഹു ആണ് എന്നുള്ള ഉറച്ച വിശ്വാസത്തിന്റെ മന്ത്രോച്ചാരണമാണ് പ്രിയമുള്ളവരെ അല്ലാഹു അക്ബർ. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, അല്ലാഹുവാണ് എല്ലാം നിയന്ത്രിക്കുന്നവൻ, അല്ലാഹുവാണ് സർവ്വതിനും കഴിവുള്ളവൻ, സൃഷ്ടിക്കും സ്തുതിക്കും സംഹാരത്തിനും കഴിവുള്ളവൻ അല്ലാഹു മാത്രമാണെന്നുള്ള ഏറ്റവും വലിയ മന്ത്രമാണ് അല്ലാഹു അക്ബർ. ആ തക്ബീറിന്റെ ധ്വനികൾ, ആ തക്ബീറിൻ്റെതായ മന്ത്രോച്ചാരണങ്ങൾ ഈ പരിശുദ്ധമാകുന്ന ദുൽഹജ്ജ് മാസത്തിന്റെ ഈ നിമിഷങ്ങളിൽ ചൊല്ലൽ കൊണ്ട് ഒരുപാട് പ്രതിഫലവും ഒരുപാട് മഹത്വവും നാം ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ആവാഹിക്കാൻ സാധിക്കുമെന്ന് അഇമ്മത്തുകൾ അവിടുന്ന് രേഖപ്പെടുത്തുമ്പോൾ പ്രിയമുള്ളവരെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. മരണം നമ്മൾ ഉദ്ദേശിച്ചിട്ടാണോ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്? ജനനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നമ്മുടെ തീരുമാന പ്രകാരമാണോ? കല്യാണം കഴിഞ്ഞിട്ട് എത്രയോ വർഷമായി ഒരു കുഞ്ഞിക്കാരെ കാണാൻ വേണ്ടി, ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉടനെ ജനനം നടക്കണമെന്ന് നമ്മുടെ തീരുമാനമാണെങ്കിൽ എത്രയോ ആളുകൾ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നുണ്ട്. മരണം നമ്മളുടെ കരങ്ങളിലാണുള്ളതെങ്കിൽ എത്രയോ ചെറുപ്പക്കാരന്മാർ 30 വയസ്സിലും 35 വയസ്സിലും 25 വയസ്സിലും അവർ ജീവിച്ച് കൊതി തീരുന്നതിന് മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് രോഗം കടന്നു വരുന്നതും ആരോഗ്യം കടന്നു വരുന്നതും ഇതെല്ലാം അല്ലാഹുവിന്റെ നിയന്ത്രണമാണ്. നമുക്കൊന്നിലും നിയന്ത്രണമില്ല, നമുക്കൊന്നിലും കഴിവില്ല എന്നുള്ള ആർജവമാകുന്ന വിശ്വാസത്തിന്റെ മന്ത്ര ഉച്ചാരണമാണ് അല്ലാഹു അക്ബർ. പ്രിയമുള്ള ശബ്ദം ശ്രദ്ധിക്കുന്ന മുഅ്മിനീങ്ങളെ, ശാസ്ത്രീയമായ എത്രയോ ഉന്നതിയിലേക്ക് സമകാലിക ലോകം നടന്നു നീങ്ങിയിട്ടുണ്ട്. എത്രയോ ശാസ്ത്രീയമാകുന്ന വശങ്ങൾ പ്രിയമുള്ളവരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. ശാസ്ത്രത്തിന് എത്തിപ്പെടാൻ സാധിക്കാത്ത കോടിക്കണക്കാന് മേഖലകൾ ഇന്ന് ലോകത്ത് നിലവിലുണ്ട്. കോടിക്കണക്കാണ് മേഖലകൾ, ശാസ്ത്രത്തിന് എത്തിപ്പെടാൻ സാധിക്കാത്ത ഒരുപാട് മേഖലകൾ പ്രിയമുള്ളവരെ ഈ സമകാലികത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നതാണ്. ഏകദേശം ഒരു കാര്യം മാത്രം നമ്മൾ ചിന്തിക്കുകയാണ് എങ്കിൽ, വെള്ളം ഐസാവാൻ വേണ്ടി 0 ഡിഗ്രി സെൽഷ്യസ് മാത്രം താപനില മതി വെള്ളം ഐസാവാൻ വേണ്ടി. ഏകദേശം 12,000 അടിയുടെ മുകളിൽ നിന്നും വരുന്ന മഴവെള്ളത്തുള്ളി, -400 ഡിഗ്രിയിൽ നിന്നും വരുന്നതായ മഴവെള്ളത്തുള്ളി എന്തുകൊണ്ടാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ അയസ്സാവാതെ, ഹിമകണമാകാതെ ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇന്നും ശാസ്ത്രത്തിന് ഉത്തരം കിട്ടാത്തതായ ഒരു മേഖലയായി അവശേഷിക്കുകയാണ്. 0 ഡിഗ്രിയിൽ വെള്ളം ഐസാവുമെങ്കിൽ -400 ഡിഗ്രിയിൽ നിന്നും വരുന്നതായ ഒരു തുള്ളി മഴത്തുള്ളി എന്തുകൊണ്ട് ഐസായി നമ്മുടെ ഇതിലേക്ക് വീഴുന്നില്ല? ശാസ്ത്രത്തിന് ഇന്നും അപ്രസക്തമാകുന്ന ഒരു ഉത്തരമായി, ഒരു ചോദ്യമായി അത് നിഴച്ചു നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാമല്ലോ ഇന്ന് ശാസ്ത്രത്തിന്റെ 2025 വരെ ജനിച്ചിട്ടുള്ളതായ ശാസ്ത്രജ്ഞന്മാരിൽ ഏറ്റവും കൂടുതലും ബുദ്ധിയും ഏറ്റവും കൂടുതലും കണ്ടുപിടുത്തങ്ങളും നടത്തിയതായ ഒരു ശാസ്ത്രജ്ഞനാണ് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ ഒരുപാട് നമ്മൾ കേട്ടവരും വായിച്ചവരുമാണ്. അദ്ദേഹം ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തുമ്പോൾ ഉത്തരം കിട്ടാതെ വരുന്ന സമയത്ത് അദ്ദേഹം ഒരു വാക്ക് പറയാറുണ്ട്, ഗ്യാപ്പ് ഓഫ് ഗോഡ്. ഗോഡിൻ്റെതായ നിയന്ത്രണം, ദൈവത്തിൻ്റെതായ നിയന്ത്രണം. ഏതൊക്കെ തന്നെ ശാസ്ത്രജ്ഞന്മാർ എന്തൊക്കെ തന്നെ കണ്ടുപിടിച്ചാലും അവരുടെ എല്ലാം ശാസ്ത്രജ്ഞന്മാരുടെ തലതൊട്ടപ്പൻ എന്ന് അറിയപ്പെടുന്നതായ ഐൻസ്റ്റീൻ, അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ പൂർത്തിയാകാതെ വരുമ്പോൾ, അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോൾ അദ്ദേഹം പോലും പറഞ്ഞു പോയ വാക്കാണ് ഗ്യാപ്പ് ഓഫ് ഗോഡ്. ഗോഡിൻ്റെതായ ശക്തി, ഗോഡിൻ്റെതായ ദൈവത്തിൻ്റെതായ കരസ്പർശം എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അത് തന്നെയാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തക്ബീറിന്റെ മന്ത്ര ഉച്ചാരണത്തിലൂടെ പഠിപ്പിച്ചു തന്നത്. നമുക്കൊരു കഴിവുമില്ല, എല്ലാം നിയന്ത്രിക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്ന അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് പറയുന്ന മഹോന്നതമാകുന്ന മന്ത്രത്തിന്റെ ഉച്ചാരണം അത് നമ്മുടെ മനോമുഖരങ്ങളിൽ ഇങ്ങനെ ആവാഹിക്കുമ്പോഴാണ് നമുക്ക് അഹങ്കാരം കുറഞ്ഞു വരുന്നത്. സമ്പത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്ന ആളുകൾ അല്ലാഹു അക്ബർ ഒരുപാട് പറയട്ടെ,
സംവിധാനങ്ങളുടെ പേരിൽ അഹങ്കരിക്കുന്നവർ അല്ലാഹു അക്ബർ ഒരുപാട് പറയട്ടെ. സംവിധാനങ്ങളുടെ പേരിൽ അഹങ്കരിക്കുന്ന ആളുകൾ അല്ലാഹു അക്ബർ ഒരുപാട് പറയട്ടെ. ഇങ്ങനെ പറയുന്നതിലൂടെ മനസ്സിൽ അഹങ്കാരത്തിന്റെ ഒരു ലേശം കണികയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ദൂരീകരിക്കാൻ തക്ബീർ എന്ന് പറയുന്ന മന്ത്ര ഉച്ചാരണം അതിന് സഹായകമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധമാകുന്ന ദുൽഹജ്ജിന്റെ ഈ ഒരു അവസാനത്തെ നിമിഷം, നാളെ നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. നമുക്കും നിസ്കാരത്തിന് ശേഷം തക്ബീറുകൾ ചൊല്ലേണ്ടതുണ്ട്. ഹനഫി മദ്ഹബ് അനുസരിച്ചുകൊണ്ട് അറഫയുടെ ഫജ്റിന് ശേഷം മുതൽ, അറഫയുടെ ഫജ്ർ സുബഹി നിസ്കാരത്തിന് ശേഷം മുതൽ അയ്യാമുത്ത് തശ്രീഖിന്റെ അസ്ർ വരെ തക്ബീർ ചൊല്ലൽ വാജിബാണ്. ഇന്നെന്തോ ഒരു കാരണവശാൽ ഇവിടെ ചെല്ലാൻ വിട്ടുപോയി. നമ്മുടെ സിറാജൻ അത് ഓർമ്മിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ബിസിനസ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, തക്ബീർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ കണികയായി നമ്മൾ മാറ്റേണ്ടതുണ്ട്. നിസ്കാരത്തിൽ കൈവിട്ടുമ്പോൾ തക്ബീർ, നമുക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ തക്ബീർ, ഒരു സന്തോഷം കാണുമ്പോൾ തക്ബീർ, ഇതെല്ലാം തക്ബീർ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഏറ്റവും വലിയ മൂല്യമായി നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ അള്ളാഹു അതിൽ ഏറ്റവും വലിയ സഹായം ചെയ്യുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. നമുക്ക് കടന്നു ചെല്ലേണ്ടത് 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധമാകുന്ന ഹജ്ജ് നടക്കുന്നതായ വേളയിലാണ്. ഇതേ ഒരു വെള്ളിയാഴ്ച ദിവസം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജബലുൻ നൂറിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് സ്വഹാബാക്കളെ ഉദ്ധരിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നതായ പറയുന്നതായ ഒരു കാര്യമുണ്ട്. ഇന്നല്ലാഹ ഹറമ അലൈക്കും ദിമാഉകും വഅംവാലുകും വഅഅറാദുകും, നിങ്ങളുടെ രക്തവും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ അഭിമാനവും നിങ്ങൾ ഓരോരുത്തർക്കും ഹറാം തന്നെയാണ്. ഒരുത്തന്റെ അഭിമാനത്തിന് ധ്വംസനം നടത്താൻ അള്ളാഹു നമുക്ക് കഴിവ് തന്നിട്ടില്ല. ഒരുത്തന്റെ സമ്പത്തിനെ അപഹരിക്കാൻ അള്ളാഹു നമുക്ക് അനുവാദം തന്നിട്ടില്ല. ഒരുത്തന്റെ ശരീരത്തിനെ ആക്രമിച്ചുകൊണ്ട് നിണഗണങ്ങൾ പുറപ്പെടുവിപ്പിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവാദം തന്നിട്ടില്ല. ഒരാൾക്ക് മറ്റൊരാളുടെ ദേഹത്ത് കൈവെക്കണമെങ്കിൽ പോലും വ്യക്തമായ രൂപത്തിലുള്ള അവകാശങ്ങൾ പരിശുദ്ധമാകുന്ന ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നതനുസൃതമായിട്ട് മാത്രമേ അതിന് സാധ്യമാവുകയുള്ളൂ. ആവശ്യമില്ലാതെ ഒരുത്തന്റെ രക്തം പുറപ്പെടുവിപ്പിക്കുക, ഒരുത്തന്റെ സമ്പത്ത് അപഹരിക്കുക, ഒരുത്തന്റെ അഭിമാനത്തിനെ ചൂഷണം ചെയ്യുക, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ മുഴുവനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹറാമാണെന്നുള്ള ഏറ്റവും വലിയ മാനുഷികമാകുന്ന മാനവികമാകുന്ന മൂല്യങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നതായി പ്രിയമുള്ളവരെ നാം ഓരോരുത്തർക്കും കാണാൻ സാധിക്കുന്നതാണ്. ഏതുപോലെ എന്നറിയുമോ, കഹുറുമത്തി യൗമികും ഹാദാ, നമ്മുടെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരാളിന്റെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്ന രൂപത്തിൽ നമ്മളൊന്ന് ഇടപെട്ടാൽ, നമ്മളൊന്ന് സംസാരിച്ചാൽ, നമ്മളൊന്ന് കളിയാക്കിയാൽ പരിശുദ്ധമാകുന്ന കഅബയെ കളിയാക്കുന്നത് പോലെയാണെന്ന് മുഹമ്മദ് മുസ്തഫ. പരിശുദ്ധമാകുന്ന ഹജ്ജിന്റെ സമയത്തിനെ കളിയാക്കുന്നത് പോലെയാണെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ആരെയും കളിയാക്കാനോ, ആരെയും പരിഹസിക്കാനോ, ആരെയും നിന്ദിക്കാനോ, ആരെയും തരം താഴ്ത്താനോ പ്രിയമുള്ളവരെ അള്ളാഹു നമുക്ക് അനുവാദം തന്നിട്ടില്ല. അള്ളാഹു നമുക്ക് അനുവാദം തന്നിട്ടുള്ള ഒരാളെ മാത്രം കളിയാക്കാനാണ്. ഒറ്റ ഒരാളെ മാത്രമേ കളിയാക്കാൻ വേണ്ടി അള്ളാഹു നമുക്ക് അനുവാദം തന്നിട്ടുള്ളൂ. അത് നമ്മുടെ സ്വന്തം നഫ്സിനെ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇന്ന് സുബഹിക്ക് സുന്നത്ത് നിസ്കരിക്കാഞ്ഞത്? നമുക്ക് കളിയാക്കാം സ്വന്തമായി. എന്തുകൊണ്ടാണ് ഇന്ന് ഖുർആൻ ഓതാഞ്ഞത്? സ്വന്തമായി നമുക്ക് കളിയാക്കാം. എന്തുകൊണ്ടാണ് ഇന്ന് സ്വതക്ക കൊടുക്കാൻ? സ്വന്തമായി നമുക്ക് കളിയാക്കാം. മറ്റൊരുത്തന്റെ അഭിമാനത്തിന് അപഹരിക്കുന്ന രൂപത്തിലുള്ളതായ പരിഹാസ വാക്കുകൾ വേണ്ടേ വേണ്ട. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാനുഷികമാകുന്ന മൂല്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 100ഉം 200ഉം വരുന്ന ആളുകളെ ഡെയിലി കൊന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലി കിങ്കരന്മാർ. അവിടെ തലകളിങ്ങനെ കിടന്ന് ഉരുളുന്നു. പാവപ്പെട്ടവരാകുന്ന ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് കത്തിക്കുന്നു. നമ്മുടെ വീടുകളിൽ വേസ്റ്റുകൾ കൂടാൻ നേരത്ത് തൂത്തുകൂട്ടിയിട്ട് കത്തിക്കുന്നത് പോലെ
പാവങ്ങളാകുന്ന പട്ടിണി പാവങ്ങളാകുന്ന ആളുകളെ ഭക്ഷണം കാണിപ്പിച്ചുകൊണ്ട് കൊതിപ്പിച്ച് ഒരു സൈഡിൽ ഒരുമിച്ച് കൂട്ടുന്നു. എന്നിട്ട് അവിടെ ഒരു ബോംബിടുന്നു. പല സ്ഥലങ്ങളിൽ ബോംബിട്ടാൽ ചിലവ് ഏറും. അതുകൊണ്ട് എല്ലാവരും കൂടെ തൂത്തുകൂട്ടിയിട്ട് ഒരു സ്ഥലത്തിട്ട് കത്തിക്കുന്നതായ ഈ സാഹചര്യം ഐക്യരാഷ്ട്രസഭകൾ ഉൾപ്പെടെ അന്തർദേശീയമാകുന്നതായ നേതൃത്വങ്ങൾ വളരെയധികം പ്രതിഷേധത്തിന്റെ ധ്വനികൾ ഉയർത്തുന്നുണ്ട് എങ്കിലും നിസാരമായി കണ്ടുകൊണ്ട് പാവപ്പെട്ടവരാകുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ ഒരു ദയയും കൂടാതെ കത്തിക്കുന്നതായ കൊന്നുതള്ളുന്നതായ സാഹചര്യം നിലവിൽ പ്രിയമുള്ളവരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കും അവരുടെ സലാമത്തിന് വേണ്ടി ദുആയിരക്കാം. നമുക്കുള്ള ഏക ആശ്വാസം എന്ന് പറയുന്നത് ഫലസ്തീൻ മക്കളുടെ ചിരി കണ്ടിട്ടല്ലാതെ ലോകം അവസാനിക്കുകയില്ല എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കും അവരുടെ സലാമത്തിന് വേണ്ടി ദുആയിരക്കാം. പ്രിയമുള്ള സത്യവിശ്വാസികളെ, മാനുഷികമാകുന്ന മൂല്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ മനുഷ്യന്മാരെ ചേർത്ത് നിർത്തണമെന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ റസൂൽ തങ്ങൾ പഠിപ്പിച്ചതായ ചെറിയൊരു ചരിത്രമുണ്ട്. ഒരിക്കൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ ഒരു ജൂതൻ കടന്നു വന്നുകൊണ്ട് കുറച്ച് ഭക്ഷണം ചോദിച്ചു. ഇബ്രാഹിം നബി അദ്ദേഹത്തിന്റെ പേര് ചോദിച്ചപ്പോൾ മനസ്സിലായി ഇദ്ദേഹം ജൂതനാണ് എന്ന്. ഇബ്രാഹിം നബി പെട്ടെന്ന് പറഞ്ഞു, നീ മുസ്ലിം ആവുകയാണെങ്കിൽ നിനക്ക് ഞാൻ ഭക്ഷണം തരാം. ഇബ്രാഹിം നബി പറയുക. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി എന്റെ മതമാകുന്ന ജൂതമതം വിട്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ചു നടന്നു പോവുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ വീട്ടിലേക്ക് കടന്നു പോകുന്ന സമയത്ത് അള്ളാഹുവിന്റെ വഹി കടന്നു വരികയാണ്. നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഓ ഇബ്രാഹിം, അദ്ദേഹത്തിനോട് നിങ്ങൾ പറഞ്ഞത് തെറ്റായി പോയിട്ടുണ്ട്. അദ്ദേഹത്തിനെ മടക്കി വിളിക്കണം. കാരണം അള്ളാഹ് പറഞ്ഞത് ഈ 60 വർഷക്കാലം അള്ളാഹിനെ അനുസരിക്കാതെ, അള്ളാഹുവിനെ വകവെക്കാതെ, അള്ളാഹുവിനെ ഒന്ന് സ്നേഹിക്കാതെ 60 വർഷക്കാലം അദ്ദേഹം നടന്നിട്ടും അദ്ദേഹത്തിനുള്ള ഭക്ഷണം അള്ളാഹ് കൊടുത്തു. പിന്നെ എന്തുകൊണ്ടാണ് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അദ്ദേഹം ചോദിച്ചപ്പോൾ വിരക്തി കാണിച്ചതെന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയോട് ചോദിച്ചപ്പോൾ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആളെ വിട്ടുകൊണ്ട്, ഖാദിമിനെ വിട്ടുകൊണ്ട് അദ്ദേഹത്തിനെ മടക്കി വിളിച്ച് അള്ളാഹ് പറഞ്ഞ കാര്യം കൂടെ പറഞ്ഞു കൊടുത്തിട്ട് അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുകയാണ്. അങ്ങനെയാണോ കാര്യമെന്ന് ചോദിച്ചുകൊണ്ട് ആ ജൂത സഹോദരൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നതായ ചരിത്രം പ്രിയമുള്ളവരെ നമുക്ക് വായിക്കാനുണ്ട്. നമ്മുടെ സഹായങ്ങൾ മുസ്ലിമീങ്ങളിലേക്ക് മാത്രം ഒതുങ്ങണ്ട. നമ്മുടെ സഹകരണങ്ങൾ, നമ്മുടെ സഹായ സഹകരണങ്ങൾ, നമ്മുടെ കനിവുകൾ, നമ്മുടെ ആർദ്രമാകുന്ന ഹൃദയത്തിന്റെ സ്നേഹത്തുളുമ്പുകൾ ഇത് മുസ്ലിമീങ്ങൾക്ക് മാത്രം ഒതുങ്ങണ്ട. കഷ്ടതകൾ അനുഭവിക്കുന്ന ഏതൊക്കെ നാട്ടിലുള്ള ഏതൊക്കെ പാവപ്പെട്ടവരുണ്ടോ അവരിലേക്ക് മുസ്ലിമിന്റെ സഹായം എത്തട്ടെ എന്ന ഏറ്റവും വലിയ മുദ്രാവാക്യത്തിന്റെ ധ്വനികളാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് അറഫ മൈതാനിയിൽ വെച്ച് ജബലന്നൂർ പർവ്വതത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നാം ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ കൃത്യം 8 മണിക്ക് രാവിലെ പെരുന്നാൾ നിസ്കാരം നമ്മുടെ വലിയ പള്ളിയിൽ നടക്കുകയാണ്. പെരുന്നാളിന് കടന്നു വരുന്ന ആളുകൾക്ക് ചില സുന്നത്തുകളൊക്കെ ഉണ്ട്. പുതുവസ്ത്രങ്ങൾ ധരിക്കുക, സുഗന്ധം പൂശുക, നടന്നുകൊണ്ട് പോവുക ഇത്യാദി സുന്നത്തുകളൊക്കെ ഉണ്ട്. മാത്രമല്ല നമ്മുടെ കുടുംബക്കാരുടെ വീടുകൾ സന്ദർശിക്കുക, കുടുംബ ബന്ധം പുലർത്തുക, ഇങ്ങനെയുള്ള സുന്നത്തുകളെല്ലാം എടുത്തുകൊണ്ട് ആർദ്രമാകുന്ന ഹൃദയത്തോടുകൂടി, പരിപൂർണ ആത്മാർത്ഥതയോടുകൂടി, ഖുദൂഓടുകൂടി, താഴ്മയോടുകൂടി, വിനയത്തോടുകൂടി, തക്ബീറിന്റെ മന്ത്ര ഉച്ചാരണത്തോടുകൂടി പരിശുദ്ധമാകുന്ന പെരുന്നാൾ നിസ്കാര സ്ഥലത്തേക്ക് നാം ഓരോരുത്തരും കടന്നു പോകണം. അള്ളാഹു വേണ്ടും വിധം അമല് ചെയ്യാനുള്ള തൗഫീഖ് നാം ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.